ദേ എന്താ അണ്ടിയാളെ മയിരിത്? ഇതെന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? കണ്ണാപ്പി എടുത്ത് എന്റെ ഡ്രസ് വന്ന് ഇടിച്ചു, എന്റെ കണ്ണാപ്പി എടുത്ത് എന്റെ ബ്ലാക്ക് വണ്ടി ഒന്ന് ഇടിച്ചോന്ന് ചോദിച്ചേ. ഞാൻ ഗോൾഡ് അടിക്കാത്തവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലീന ജോൺ ഇസ് കോളിംഗ് മീ. ടെൽ മീ അലീന, വാട്ട്സ് അപ്പ്? തിരക്കാണോ? അല്ല മോളെ, തിരക്കല്ല, പറഞ്ഞു. എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താ ഹെൽപ്പാ? ഒരുത്തനെ പിടിക്കണം. ഒരുത്തനെ പിടിക്കണം? സീരിയസ് ആണ്. എന്താ പറയാ, മറ്റേ ഫ്ലാഷ് ഡെലൂലു. ഇപ്പൊ തന്നെ നമ്മള് വണ്ടി തിരിച്ചല്ലോ. എന്റെ വണ്ടി തിരക്കാണെങ്കിൽ വേണ്ട, തിരക്കല്ല, നമ്മള് വണ്ടി തിരിച്ചല്ലോ. അല്ലെങ്കിൽ മോള് പറയാ അവൻ എങ്ങനെ ഇരിക്കും കാണാൻ? ഇവിടെ ഡ്രസ് ഷോപ്പിൽ വരും. അവൻ എന്റെ വണ്ടി എടുത്തോണ്ടാ പോയെ. ടിവിയുടെ ഡ്രസ് ഷോപ്പിലോ? അതാ വരുന്നു. ഗിരി കണ്ണട്രാ, ഒരുത്തനെ പുറക്കണമല്ലോ. എന്റെ പേരെന്തോ? ഡെലൂലു. ഫ്ലാഷ് ഡെലൂലു. അവനെ ഒന്ന് പൊക്കണമല്ലോ പാപ്പ. നമുക്ക് പിന്നെ അവൻ എന്തോ പറഞ്ഞതിനും കൂടെ അറിയണല്ലോ. ഞാനത് അറിഞ്ഞു. എന്തോ പറഞ്ഞവൻ? അനാവശ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അങ്ങനെ എന്തോ അല്ലേ? അങ്ങനെ പൊക്കോല്ലോ. വരുമോന്നെന്തോ ചോദിച്ചു. അങ്ങനെ എന്തോ അങ്ങനെ എന്തോ പറഞ്ഞു. മോളെ കേറ്. അല്ല, നീ കേറട്ടെ, ഒന്ന് ട്രാക്ക് ചെയ്യ്. മഞ്ഞ കറുതേ എന്താ അണ്ടിയാളെ മയിരിത്? എന്റെ പൊന്നു സഹോദര അഡ്മിനെ ആരെങ്കിലും കാണുവാണെങ്കിൽ ദൈവത്തെ ഓർത്തൊരു 4 വീഡിയോ ഒക്കെ വെക്കാവോ? അബദ്ധത്തിൽ ഒരു വണ്ടിക്കകത്ത് അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കുന്നിടത്ത് വണ്ടി നിൽക്കാനുള്ള എന്തെങ്കിലും സംവിധാനം നിങ്ങൾ കൊണ്ടുപോവാ. ചുമ്മാ കൊണച്ച പരിപാടിയാണെങ്കിലും മയിരി. ഇഡിഎമ്മിന്റെ പാറി എന്തൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവന്റെ കോപ്പിലെ പറിച്ച വീഡിയമും പിന്നെ വണ്ടി ഓടിക്കരുത്. ഇതിനകത്ത് വണ്ടി ഓടിക്കാനേ പാടില്ല. ആ പുണ്ടച്ച് ഞാനിത് അടിച്ചു കൊല്ലുമല്ലോ അവനെ ഞാനിന്ന്. ഒരുത്തനെ ഞാൻ കൊന്നോണ്ടാന്ന് തോന്നുന്നു. തെറി പറത്തില്ല. അയ്യോ, എനിക്ക് ഈ പ്രധാനപ്പെട്ട സിറ്റുവേഷനിലൊക്കെ ഉണ്ടല്ലോ, ഈ പോകുമ്പോണ്ടല്ലോ എനിക്ക് ഇറിറ്റേഷനാണ്. ഇറിറ്റേഷൻ. അല്ല പിന്നെ അല്ല, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എന്താ പറയുന്നത് ഇതിനൊക്കെ? അതിന് സെർവർ കിക്ക് എന്തിനാടേ? ബാൻ പോലെ വാണിംഗ് തന്നാൽ പോലെ. ഒരു 10 വാണിംഗ് അല്ല, 10 വാണിംഗ് അല്ല, എന്തെങ്കിലും നല്ല രീതിക്ക് ഒരു വാണിംഗ് തന്നാൽ പോരെ. ഒരുമാതിരി കേറ്. അപ്പോളജീസ് ഫോർ ദ കേഴ്സ് വേർഡ്സ്. സൈഡറാക്കി കുട്ട. അഡ്മിനെ തെറി വിളിച്ചോ? അഡ്മിനെ ഞാനിപ്പോ തെറി വിളിച്ചു? ഞാൻ തെറിയൊന്നും വിളിച്ചിട്ടില്ല അഡ്മിനെ. എനിക്ക് അവനെ പിടിക്കണമല്ലോ എന്ന്. ഒന്നും പിടിച്ചിട്ടുള്ള കാര്യം ഇന്ന് ലൈവ് ഞാൻ തീർന്നു പിടിച്ചു. കേറ്. പിള്ളേർ തൂക്കിയിട്ടുണ്ടോ? അവനെ ഞാനിന്ന് മോനെ ഇതൊന്ന് കേറടാ. ഇത് പ്ലീസ് വെയിറ്റ്.
വണ്ടിയില്ല, ഒരു കിണ്ടിയില്ല. മോനെ എന്നെ മുറുക്ക് വരെ ഇടൂടാ. പിള്ളേരൊക്കെ പറന്നാ പോകും. നമ്മൾ ചേസിലായിരുന്നു. ആളെ ഏതാണ്ട് അവര് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചെത്തി. ഇവിടെ തൊട്ടടുത്ത്. എവിടെ എവിടെ എവിടെ? ഡ്രസ് ഷോപ്പിന്റെ ഫ്രണ്ട്. തിരിച്ചോ മോനെ, തിരിച്ചോ. ഡ്രസ് ഷോപ്പിന്റെ ഫ്രണ്ടിൽ പോടാ. അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഗോച്ചോ, താങ്ക് യു ഫോർ ദി 20 rupees സൂപ്പർ ചാറ്റ്. കോമള താമര പൂവിന. സ്പീഡ് പോരല്ലേ വണ്ടിക്ക്? നമ്മളൊക്കെ 2 സെക്കൻഡിൽ എത്തുമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അവര് തല്ലിക്കൊന്നും തോന്നുന്നു. അവിടെ നമ്മള് ചേസി പോയിട്ടുണ്ടായിരുന്നു. എവിടെ എവിടെയെന്ന് പറ. ഒരു മിനിറ്റ്, അലീനെ വിളിക്കട്ടെ. എനിക്ക് അവൻ്റെ അടുത്ത് സംസാരിക്കണമല്ലോ. എന്റെ വണ്ടി നേരത്തെ രായനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രായനോ? ഒരു മിനിറ്റ്. അലീന ഡെഡാന്ന്. എടാ രായനെ വിളിക്കടാ. അലീന ഡെഡാന്ന് പറഞ്ഞോണ്ടിരിക്കാതെ. എവിടാന്ന് നോക്കി. ഹലോ, റേഡിയോ റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? ഹലോ, ഈ സിറ്റിയിൽ ആരൊക്കെ ഉണ്ട് നമ്മുടെ ഗ്യാങ്? ഞാനുണ്ട്, യോക്കിയുണ്ട്, മോബിയുണ്ട്, രായനുണ്ട്, വേറെ SRK ഉണ്ട്, വില്ലുണ്ട്, ഗന്നാബി ഉണ്ട്. വില്ലുമോൻ ഉണ്ടോ സിറ്റുവേഷനെ? ഇല്ല, നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. എടാ ഇവൻ എന്തുവാടി ഇവൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഏടാ രായന്റെ അടുത്തൊന്ന് ചോദിക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് സിറ്റി വിളിച്ചിട്ട് അവരുടെ അടുത്ത് അവരുടെ രായന്റെ കൂടെ ഉണ്ടോന്ന് ചോദിക്കും. അവരെല്ലാരും ഒരുമിച്ചായിരുന്നു. എന്നാ പിന്നെ വേറെ ആരെങ്കിലും വിളിക്കണ രായനല്ലെങ്കിൽ. റേഡിയോയിൽ ആരും റെസ്പോണ്ട് ചെയ്തില്ല. ഹലോ, റേഡിയോ. വില്ല് എവിടെ നിക്കുന്നു? നമ്പർ ചോദിക്ക്. ആ പിടിച്ചവൻ കയ്യിലുണ്ടോന്ന് ചോദിക്ക്. എടാ മറ്റവനെ പിടിച്ചോ? അവനെന്ത് ചെയ്യേ? അവൻ എന്റെ വണ്ടി ഇടിച്ചു. അത് മാത്രമല്ല എനിക്ക് ചോദിക്കാനുണ്ട് അവരുടെ അടുത്ത്. അഹങ്കാരി. അവനാണ് അവൻ. അത് ഗണ്ണല്ലേ? ഡാബ്ലോസ് താങ്ക് യു ഫോർ ദി 29 rupees. ഇവൻ ഈ കഥാപ്രസംഗം. നിങ്ങൾ എവിടെ നിൽക്കുന്നത്? എടാ അവന്റെ അടുത്ത് എവിടെ നിക്കുന്നെന്ന് ചോദിക്ക്. എന്റെ നമ്പർ തറ. നിങ്ങൾ എവിടെ നിൽക്കുന്നെന്ന് പറ, നമ്മൾ അങ്ങോട്ട് വരാം. ഞാൻ ഉണ്ടെന്ന് പറ. എങ്കിൽ ഇങ്ങോട്ട് വാ. എന്റെ പേരെന്തുവാ? നമ്മുടെ ഡ്രസ് ഷോപ്പിൽ വാ. ജോക്കി വിളിക്കുന്നത്. പെട്ടെന്ന് വാ. ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. എന്നെയും കൂടെ ഞാനേ ഒരു മിനിറ്റ് കൺഫ്യൂഷൻ ആയാലും. ഐറ ഇങ്ങോട്ടൊന്ന് വരൂ. ഐറ ഇങ്ങോട്ടൊന്ന് വരൂ. ഈ തൊഴുന്നേന് ഇമോട്ട് വല്ലതും ഉണ്ടോ? ഒന്നുമല്ല. ഇത് മെസ് ബോയ് ആണോ? ഇതാരാ ഇത്? എടാ മറ്റവൻ എന്തിയടാ? മറ്റവൻ അവിടെ മറ്റേ അത് ചന്ദ്രൻ കടന്റെ അവിടെ എവിടെ ഉണ്ടായിരുന്നു. ആനൊന്ന് പിടിക്കണമല്ലോ. ഇപ്പൊ പിടിച്ചുകൊണ്ടിരുന്നാ? ഇപ്പൊ പിടിച്ചൊന്ന് കൊണ്ടുപോടാ. മോനെ. ഞാൻ ഇവിടെ തന്നെ നിക്കാവേ. അവിടെ പേര് വെച്ചിട്ട് സ്ലാഷ് ഡെലിവറി എന്ന് പറഞ്ഞ ആരും പറഞ്ഞില്ല പേര്. പിന്നെ വേറെ അവിടെ ടോണിന്നൊക്കെ പറഞ്ഞ ഒരുത്തന്റെ പേര്. നമസ്തേ. അത് പോയടാ. ഏതൊരു നീല ഡ്രസ്സാണോ? പറ രായ. ഒരു നീല ഐഡന്റിഫൈ ചെയ്ത് അലീനെ മറ്റവരെ മാസ്ക് വെച്ചിട്ട്. അവൻ എന്തിയടാ? അതാണ് ഞാൻ അറിഞ്ഞത് വെച്ചിട്ടാണോ? അത് നമുക്കറിയാന്നുള്ള ആൾക്കാരാണത്. നമുക്കറിയാന്നുള്ള ആൾക്കാരാണെങ്കിലും എന്റെ വണ്ടിക്ക് മുഞ്ചിത്തരവും പറഞ്ഞിട്ട് എന്റെ വണ്ടി കയറി ഇടിച്ചിട്ട്. കണ്ണാപ്പി അല്ല രായ അലീനെ എടുത്ത് ഒരുമാതിരി വൃത്തിയായിട്ട രീതിക്ക് സംസാരിച്ചു ഒരുത്തൻ. അല്ല, ഞാൻ വണ്ടി വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് ഡെലിവറി അല്ലേന്ന് പറഞ്ഞപ്പോ അലീന പറഞ്ഞ ഇത് തന്നെ പറഞ്ഞ് 2 ഇടി കൊടുക്കുന്നുണ്ട്. പിന്നെ അവരെ അങ്ങോട്ട് ഇടിച്ചിടിച്ച്. ഇത് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? കണ്ണാപ്പി എടുത്ത് എന്റെ ഡ്രസ് വന്ന് ഇടിച്ചു. കണ്ണാപ്പി എടുത്ത് എന്റെ ബ്ലാക്ക് വണ്ടി ഒന്ന് ഇടിച്ചോന്ന് ചോദിച്ചു. മഞ്ഞ വണ്ടി എന്ന് പറഞ്ഞപ്പോ നമ്മള് ഞാൻ അവിടെ പോയപ്പോ ഒരു മഞ്ഞ വണ്ടി അവിടെ കിടക്കണം. ചെന്നോറിനെ അവനാണെന്ന് പറഞ്ഞ് എയിം ചെയ്തപ്പോ കണ്ണാപ്പി ഒരു ശബ്ദം.
അപ്പൊ കണ്ണാപ്പി സംസാരിച്ചോണ്ടിരിക്കണം. അത് കഴിഞ്ഞപ്പോ അലീന അവിടെ വന്ന് വണ്ടിയും കൊണ്ട്. ഞാൻ വെച്ച് ഇവനാണോ നിങ്ങൾ തിരക്കണേന്ന് ചോദിച്ചപ്പോ ആണെന്നും പറഞ്ഞ് അവൻ ഇടിച്ചോണ്ടിരുന്നു. അവൻ മറ്റൊരു വടി എടുത്തിട്ട് അവളെ തലയ്ക്ക് അടിച്ച് അങ്ങ് കൊന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. എടാ ഞാൻ ഈ ഗാങ്ങിൽ നിന്ന് ഗോഡ് ഫാദർ എന്നുള്ളൊരു പദവിന്ന് ഞാൻ ഇറങ്ങുകയാണ്. എന്തൊക്കെയാണ് ഇറങ്ങല്ലായിരുന്നു. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഈ അലീന എന്ന് പറയുന്നവളല്ലേ നമ്മളെടുത്ത് പറഞ്ഞു എന്തോ മഹാപാപം എന്തോ വർത്താനം പറഞ്ഞെന്ന്? അല്ല എനിക്ക് രായന് സിറ്റുവേഷൻ മനസ്സിലായിട്ടില്ല. അലീനയോട് സ്ലാഷ് ഡെലൂലു എന്ന് പറഞ്ഞൊരുത്ത് ഒരു നാറി വന്നിട്ട് എന്തോ ചെറ്റത്തരം പറഞ്ഞിട്ട് പോയി. അപ്പൊ അവനെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അൽവീനെ മോളെ താങ്ക് യു ഫോർ ദ 49 അവനെയാണ് താങ്ക് യു സോ മച്ച്. ആ മഞ്ഞ വണ്ടി വന്നിട്ട് ഇപ്പൊ ജോക്കിയെ വന്നിട്ട് പിറ്റ് ചെയ്തിട്ടാ പോയത്. അങ്ങനെയാണ് വീഡിയോ കിക്ക് ആയത് ജോക്കി. അപ്പൊ ആ മഞ്ഞ വണ്ടിയിലപ്പം കണ്ണാപ്പിയായിരുന്നോ? ഈ മഞ്ഞ വണ്ടി നമ്മളവിടെ പോയപ്പോ ഒരുത്തനെ കൈ പിടിച്ച് പൊക്കിക്കൊണ്ടിരുന്നു കണ്ണാപ്പി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇവനാണോ അലീന എന്ന് ചോദിച്ചപ്പോ അലീന പറഞ്ഞു അവനല്ല, കണ്ണാപ്പിനെ ഒരു മാസ്കും വെച്ചോണ്ടിരിക്കണം അവനാണെന്ന് പറഞ്ഞ് കണ്ണാപ്പിനെ ഒരു സൈഡിൽ എടുത്തിട്ട് ഇടിച്ചോണ്ടിരുന്നു. കണ്ണാപ്പി ആയതുകൊണ്ട് പിന്നെ നമ്മൾ വലുതായിട്ട് ഇടപെടാനും വന്നില്ല, നമ്മളങ്ങനെ തിരിഞ്ഞു വന്നു. കണ്ണാപ്പി ബാറ്റ് വെച്ച് അലീന. മോളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മോളെടുത്ത് അപവാദം പറഞ്ഞവന്റെ പേരെന്തുവാ? അവനെ കിട്ടി. അവനിപ്പൊ എന്നോട് ഒന്ന് സംസാരിച്ചു. അവനെ ഞാൻ 10 ചീത്തയും പറഞ്ഞിട്ട് ഞാൻ ഈ 2 ദിവസത്തേക്ക് ഇല്ല കേട്ടോ. അല്ല അവൻ എന്ത് ചെയ്യും? അവന് ഒരു ബൈക്കിൽ അങ്ങോട്ട് മുതുക്കിലോട്ട് നമ്മള് നിന്നപ്പോ വണ്ടി വന്ന് ഇടിച്ചാരാ? അത് കണ്ണാപ്പിയ. കണ്ണാപ്പിയാണല്ലേ? ആ ഒരു കാര്യം ക്ലിയർ ആയി. മറ്റേവനെ കാണാൻ കിട്ടും. അവന്റെ പേരെന്തോ? ഫ്ലാഷ് ഡെലൂലു. സ്ലാഷ് ഡെലൂലു. മോൾ എവിടെ നിൽപ്പുണ്ട് ഇപ്പം? ഞാൻ ഇവിടെ ഡബ്ല്യൂല്. ഓക്കെ ശരി. ഡബ്ല്യു ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? അതിന് കാണണ്ടല്ലോ. ഞാൻ വണ്ടി ഇടിച്ചതിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലേ? വണ്ടി ഇടിച്ചത് കണ്ണാപ്പി അല്ലേ? ശരി മോളെ, താങ്ക് യു. എടാ കീരി കണ്ണാപ്പിയോടുണ്ടോ? രായ കണ്ണാപ്പിയോടുണ്ടോ? ഇങ്ങോട്ടൊന്ന് വിളിയടാ കണ്ണാപ്പി ഇങ്ങോട്ടൊന്ന് വിളിയടാ. റേഡിയോ എന്റെ നമ്പർ എത്രടാ? കണ്ണാപ്പി ആ നമ്പർ എത്ര? എല്ലാത്തിനും ഇന്ന് പൂശു നമ്പർ 3070 ആണോ എന്തോ? ആ നമ്പർ എത്ര? 3070 പറഞ്ഞൂടാ, പണ്ടത്തെ നമ്പർ നരച്ചൊക്കെ ഇരിക്കുന്ന മുടി. കണ്ടം കഴിവേറി ഫോണും എടുക്കത്തില്ല. എടാ എല്ലാരും കത്തിയോ? കണ്ണാപ്പി കാണാൻ പോണോടാ. കണ്ണാപ്പി എനിക്കുണ്ടല്ലോ, എനിക്ക് അപ്പൊ ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്നോടാ. കേറാവനെ കേറി. പിന്നെ എടാ കൊച്ചിനെയും കൂടെ നിടറാ. അതിനെയും കൂടെ നിടറാ. ഞാൻ എടുത്തത് എടാ കിരീട്. ഞാൻ എന്തിനു പറഞ്ഞടാ? അത് വന്ന് രായ എന്തിനാ ഇതൊക്കെ എന്റെ അടുത്ത് ഈ ചെയ്യുന്നേ നീ? അന്ന് ഞാൻ ചെയ്തില്ല, 1 വർഷം മുമ്പായിരുന്നു. എന്നിട്ട് ഇവിടെ തേച്ചിട്ട് പോയാണു. ഞാൻ എടുക്കത്തില്ല. ഒരു കാര്യം ചെയ്യ്. രായം കീരി എടുക്ക്. എന്നിട്ട് മോള് കേറ് വണ്ടി കേറ്. കീരി അങ്ങ് വണ്ടി ചാടി ഇറങ്ങി. അല്ല പൊത്തിന്ന് തവള ഇറങ്ങുന്ന കണക്ക്. കണ്ണാപ്പി എവിടെ ഉണ്ടോ എനിക്ക് കിട്ടണം കേട്ടോ. കണ്ണാപ്പി എവിടെ ഉണ്ടോ എനിക്ക് കിട്ടണം. തപ്പാനൊന്നുമില്ല, എനിക്ക് കിട്ടണോ അവനെ. ഇല്ലെങ്കിൽ ആ എനിക്ക് ഞാൻ കളിക്കത്തില്ല എന്ന് തന്നെ കൂട്ടിക്കോ. അവൻ തന്നെയാണ്. അവനാണ് എന്റെ വണ്ടി ഒന്ന് ഇടിച്ചതോ? കണ്ടം കഴിവ് പിടിക്കാവനെ. ഇവിടെ അടി കടന്നു. ഇവിടെ ഉണ്ട് അലീനെ കണ്ട്. മോളെ കണ്ണാപ്പിയെ കണ്ടോ മോളെ? അലീന അതല്ലേ? അലീന അവനല്ലേ? കൺഫേം അല്ലേ അവനല്ലേ? അല്ലടാ, തെറി വിളിച്ചതിനെ അവള് തിരിച്ച് തെറി വിളിച്ച് അത് ഡീലാക്കിയിട്ടുണ്ടോ? അത് വേണ്ട. കണ്ണാപ്പി എന്തിയാ മോളെ? ആണല്ലേ? അപ്പൊ പിന്നെ കണ്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അലീന, ആ മഞ്ഞ വണ്ടിയിൽ അപ്പൊ ശരിക്കും ആരായിരുന്നു? മഞ്ഞ വണ്ടിയിൽ കണ്ണാപ്പിയും SRK ആയിരുന്നു.
പക്ഷെ നീ പറഞ്ഞത് ഞങ്ങള് ഡെലിവറി നിക്കുന്നത് അല്ല നമ്മളെ ഇടിച്ചത് കണ്ണാപ്പിയാന്ന് ഉറപ്പല്ലേ? മഞ്ഞ വണ്ടിയാണോ അന്ന് അത് കണ്ണാപ്പി? ആ ശരി ശരി. ആ കണ്ണാപ്പി പിടി, കണ്ണാപ്പി. അനി നമ്മളെ കണ്ണാപ്പി ഒന്ന് വിളിക്കോ, കണ്ണാപ്പി ഒന്ന് വിളിക്കോ. കണ്ണാപ്പി ഒന്ന് വിളിച്ചിട്ടേ സീരിയസ് ആയിട്ട് പറയണേ. എന്റെ അരടെ ഇറക്കാടെ സീരിയസ് ആയിട്ട് പറയണേ ഒന്ന് ഇങ്ങോട്ടൊന്ന് വരാനായിട്ട്. അത്രേ ഉള്ളൂ. ഇപ്പൊ കേറാ. എടാ കണ്ണാപ്പി കണക്ട് ചെയ്യാൻ പറഞ്ഞു. എടാ കണ്ണാപ്പിനെ വേണ്ട, അതുകൊണ്ടാ റേഡിയോ ഞാൻ കണക്ട്. മറ്റവനുള്ള കൊടുത്തു. അപ്പം ഡെലിവറിനുള്ളത് അണ്ണു തിരക്കണം അണ്ണു. ഞാൻ കൊടുത്തു. ഞാൻ 2 ദിവസം എടാ അവന് ഗ്യാങ് കളിക്കത്തില്ലെന്ന് പറ, അവന് ഗ്യാങ് കളിക്കത്തില്ലെന്ന് പറ, മര്യാദയ്ക്ക് വന്നോളം പറ. എടാ അണ്ണു പറഞ്ഞ് കണ്ണാപ്പി എവിടെ കണ്ടാലും അവന് സ്കെച്ചിട്ട് പിടിക്കാൻ ഒന്ന് തപ്പ് അല്ലാണോ? അവനൊന്ന് കൊണ്ടുവന്നേ, ഗ്യാങ് ഹൗസിൽ കൊണ്ടുവന്ന്. പറയുന്ന ആൾക്കാരോട് എന്തിനാ ഈ കണ്ണാപ്പി വള്ളി പിടിക്കാൻ നടക്കുന്നേ? സത്യമല്ലേ? സിറ്റുവേഷനിൽ നിന്നപ്പോഴാ മാറി വന്നത്. ഞാൻ അലീനെ അടിച്ച് കൊല്ലാന്ന് വിചാരിച്ചിട്ട്, പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ഈ ലോയൽറ്റി പോയിന്റ് ഒക്കെ ഇരിക്കണോണ്ട് ഞാൻ അടിച്ച് കൊന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഇപ്പൊ? എടി നമ്മൾ അവിടെ നിന്നപ്പോ ഒരുത്തനും കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച കണ്ണാപ്പി നീ പറഞ്ഞ ഡെലൂലു ആ പയ്യനാണെന്ന് ചോദിച്ചാൽ അവര് എടാ മോനെ രായ, വണ്ടി വന്ന് ഇടിച്ചത് കണ്ണാപ്പി, ഇവളെടുത്ത് അപമര്യാദയായി പെരുമാറി ഇത് ഡെലുവിനെ ഇവിടെ തെറി വിളിച്ച ആ സീൻ വിട്. പറഞ്ഞു. Yes, yes. ഇനി കണ്ണാപ്പിയെ പിടിക്കാന്നുള്ളത് മാത്രമാണ് നിന്റെ ലക്ഷ്യം. എവിടേക്കാണ് നീ? റിപ്പയർ അവിടെ നില്ല ചെറിയൊരു വണ്ടിയായി. റിപ്പയർ അണ്ണു ഇതാരും വണ്ടി? ഇത് കൊള്ളാല്ലേ? ഇതെന്റെ വണ്ടി. അല്ല ഇതെന്റെ വണ്ടി. ആ പിന്നെ വണ്ടി അത്ര വിഷയം വണ്ടി. ഏതായ ഇവിടെ ഉണ്ടോ മഞ്ഞ വണ്ടി? നീ ഒന്ന് ചോദിക്കണ രായ അവന്റെ അടുത്ത് വണ്ടി ഒന്ന് ഇടിച്ചത്. തോന്നിക്കും കണ്ണാപ്പി ഞാൻ ഇറങ്ങിപ്പോ ചോദിച്ചിട്ടാ. ഞാൻ അവിടെ ഇല്ലെന്ന് പറയണേ. നമ്മളല്ല എന്ത് പറ്റി? ആ മഞ്ഞ വണ്ടി നിന്റെ കയ്യിലല്ലേ ഇരുന്ന? ആ വണ്ടിയിൽ എന്റെ പകുതി വെച്ചാണല്ലോ കിട്ടിയതാ വണ്ടി. ആ ഡ്രസ് ഷോപ്പിന്റെ അവിടെ നീ പോയായിരുന്ന? ഇല്ല പോയിട്ടില്ല, അത് പകുതി വെച്ചാ വണ്ടി കിട്ടിയത്. നിനക്ക് എവിടെ? ഫ്ലീക്കറുടെ സൈഡിൽ നിന്ന്. ഓ അപ്പൊ ഫ്ലീക്കറുടെ സൈഡിൽ നിങ്ങൾ വണ്ടി എടുത്തോണ്ട് നേരെ അവിടെ വന്ന് നിങ്ങളെ ഒരുത്തനെ എയിം ചെയ്തില്ല? അവൻ എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൻ നമ്മുടെ ഫ്രണ്ടിൽ കയറിയിരുന്നു. അപ്പൊ അവന്റെ വണ്ടി മറിഞ്ഞു പോയി. അപ്പൊ അവന്റെ വണ്ടി നേരെയായി കൊടുത്തിട്ട് അവന്റെ വണ്ടിയിൽ എന്തോ അവരോട് എന്ത് ചോദിച്ചു. അപ്പൊ ഭയങ്കര പാടാ. കണ്ണാപ്പി ഞാൻ കാര്യമായിട്ടൊരു കാര്യം ചോദിക്കാം. എന്താണോ? നമ്മൾ ഡ്രസ് ഷോപ്പിൽ വന്നിരിക്കുന്ന സമയത്ത് ആ മഞ്ഞ വണ്ടിയിൽ കയറി നമ്മളെ ഇടിച്ച് കയറിപ്പിച്ചത് നീയാണോ അല്ലേ? മഞ്ഞ വണ്ടിയോ? ആ വണ്ടി കാര്യമായിട്ട് ചോദിക്കുക. ഞാൻ ഒന്നെങ്കിൽ സത്യമാണെങ്കിൽ സത്യം എന്ന് പറഞ്ഞു, പിന്നെ ഞാനത് നീയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. എടുത്ത വണ്ടി കയറി കണ്ണാപ്പി വൈഡിടാ വൈഡി. ആ വണ്ടി കയറി. വണ്ടി എടുത്തിട്ടാ പാപ്പ വണ്ടി എടുത്തിട്ടേ KV ഗ്യാങ് ഹൗസിനകത്തൊന്ന് കേട്ടാ പാപ്പ. ആ KV ഗ്യാങ് ഹൗസിൽ വണ്ടി അകത്ത് കയറാം. അകത്ത് കയറണ്ട, റോഡിൽ നിന്നാ മതി. ഈ കണ്ടം കഴിവേറി എടാ എന്ത് പാടാ? ഇല്ല മെസ്സേജ് അയച്ചിട്ടുണ്ട്, നോക്കോ. ആ നോക്കാം. പിന്നെ എന്റെ സൈസ് ഇങ്ങനെയൊക്കെയല്ലേ? കുഴപ്പമില്ലല്ലേ? ഇവിടെ നിർത്താം അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിർത്തിയാ രാത്തൊന്നും കാരണം ഇവിടെ നിർത്തിയാ. കണ്ണാപ്പി ഇറങ്ങുമോനെ. വണ്ടി ഡോറൊക്കെ പൊളിച്ച് കളഞ്ഞോ നിങ്ങള്? നീ അവിടെ നിക്ക്. അല്ല ഞാനൊരു കാര്യം ചോദിക്കുക. അവിടെ ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുന്ന സമയത്ത് നിനക്ക് അതിന്റെ ഇടയ്ക്കോട്ട് വന്ന് കേട്ടോ ആവശ്യം എന്ത് വരുന്നു? അയ്യോ അല്ലല്ലേ, ഇടയ്ക്കോട്ടൊന്നും കേട്ടില്ല. കത്തിപ്പോയതാണോ? ആ കത്തിപ്പോയെന്ന് ഇടിച്ചാ. നമ്മള് നേരെ പോയി SRK എടുത്ത് വരാൻ പറ. ആ SRK വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സിറ്റി മുതുക്കത്തിപ്പോ ശരിക്കും കത്തിപ്പോയി. എടാ ഞാൻ തന്നെ 2-3 തവണ വിളിച്ചായിരുന്നല്ലോ. ഇല്ല ഞാൻ കത്തിപ്പോയി. അപ്പഴത്തേക്കും അത് കത്തിപ്പോയായിട്ട് തോന്നുന്നില്ലല്ലോ. നേരെ പോകുന്ന ഒരു സാധനം മനഃപൂർവ്വം പറഞ്ഞിട്ട് അല്ലല്ലോ അത്. അണ്ണു ഞാൻ പറട്ടെ. അല്ല ഞാൻ കണ്ണാപ്പി ഞാൻ കാര്യമായിട്ട് പറയുക. നീ അലീനെ എന്തിനാ അടിച്ചു കൊന്നത്? അത് കേക്കട്ടെ. അത് തമാശക്ക്. ഇത് മെസ്ബോയ് ആണോടാ? അല്ലേ
അതായത് ഇത് ജിഗുറു. അത് SRK വരുമ്പോഴത്തേക്ക് അണ്ണൂന്റെ എല്ലാ ഡൗട്ടും തീരും. അവന് രണ്ടടി കൊടുത്തോ രണ്ടടി കൊടുത്തോ മോനെ. ആണല്ലേ? രണ്ടടി കൊടുത്തോ. ഒറ്റയടിക്ക് down ആവും. Back to വെച്ചാണെങ്കിൽ ഒറ്റയടിക്ക് down ആവും. ഒറ്റടി അല്ല കുഴപ്പമില്ല. അവിടെ അടി കൊടുത്തോ കൊടുത്തോ. ഓക്കെ ഓക്കെ നേരത്തെ ഒന്നും കൂടെ കൊടുത്തോ ഡൗൺ ആണേ. ഒന്നും കൂടെ കൊടുത്തോ കൊടുത്തോ. ഈ അവസാനം ഇത് എന്റെ കറി. 3 എണ്ണം ആയല്ലോ. മതിയില്ലാണോ? നമ്മള് തിരക്കേ ഇവനോ? അല്ല എന്നാ ഞാൻ അറിയാതെ ചെയ്തതല്ലേ, മനഃപൂർവ്വമാണോ? അറിയാതെ SRK അറിയാതെ ചെയ്ത് മനഃപൂർവ്വം ചെയ്തതാണ്, അറിയാതെ ചെയ്തതാണ്. അപ്പൊ തന്നെ രായ ഇവന്റെ അടുത്ത് നമുക്ക് എത്ര വർഷത്തെ ബന്ധമുണ്ട്? 4-5 വർഷം. ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തില്ലേ? അത് മനഃപൂർവ്വമാണ്. ആ ഒറ്റ ഡയലോഗ് കേൾക്കുമ്പോഴേ മനസ്സിലാവും അത് മനഃപൂർവ്വം ചെയ്തതാന്ന്. കണ്ണാപ്പി ഇതിനെ കേക്കാവോ? ടൈപ്പ് ചെയ്യാവോ നീ? ടൈപ്പ് ചെയ്താണ് അത് കൊണ്ടുപോകും. മറ്റേ പ്യുവർ ആർപിയുടെ ആളാണ്. കണ്ണാപ്പി കേക്കാവോ മോനെ? പിന്നെ കണ്ണാപ്പി ഇതില് പറയുന്നുണ്ടോ? കണ്ണാതിറങ്ങടാ. എന്നാ ഒരു ബാക്കപ്പ് വിളിച്ചിട്ട് അത് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ജോക്കി. റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല അതൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ എനിക്ക് തന്നായിരുന്നല്ലോ. മറ്റേ പയ്യ റിപ്ലൈ ഒന്നല്ലോ മാമ. ഹായ് ഉണ്ട് ഞാട്ടാ. അല്ല സ്ലാഷ് മീ പറ്റും, സംസാരിക്കാൻ പറ്റും. സംസാരിക്കാം, അതിന് ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ കണ്ണാപ്പി എങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ലോയൽറ്റി പോയിന്റ് പോവാൻ ഗാങ് റോളില്ല എനിക്ക്. അതെ ഇവനെ എങ്ങനെ പൊക്കുന്നത് നമ്മള്? ഇവൻ തല്ലാണോ? ഇവൻ തൽസാണോ? അടുത്തോ പെട്ടെന്നാ തൽസാണോടാ ഇവൻ? അല്ലല്ലേ അല്ലല്ലേ, പിന്നെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അതാരാടാ പാടിയത്? കണ്ണാ നീ ഉറങ്ങടാ. ഞാൻ ഒന്നുകൂടെ പാടിക്കേ. കണ്ണാ നീ ഉറങ്ങടാ. ബാക്കിയൂടെ പാട്. ബാക്കി അറിയില്ല. മോബി ബാക്കി പാട്. ബാബാ കീഴ്സൈഡ് പാട്. അപ്പാപ്പനോട് ഞാൻ കാര്യം ചോദിക്കട്ടെ പാപ്പ? അത് ഞാൻ അപ്പാപ്പനൊക്കെ വിളിക്കുന്നേ. അത് മനഃപൂർവ്വമായിട്ട് ഇടിച്ചായിട്ട് നിങ്ങക്ക് തോന്നിയില്ലേ? അത് തോന്നി. ഇനി അടുത്തവൻ എന്ത്? അടുത്തവൻ ഇവന്റെ മറ്റേ വേറെ ആളാണെന്ന് വിചാരിച്ചു. അല്ലല്ല അത് പോട്ടെ. എനിക്ക് വണ്ടി ഇടിച്ചാണ് പ്രശ്നം. നേരെ പൊക്കോണ്ടിരുന്ന സാധനം വണ്ടി ഇടിച്ചിട്ട് തിരിച്ച് റിവേഴ്സ് എടുത്തിട്ട് നേരെ പോയി. അതാണ് കേട്ടോ കത്തിയതാ അത്. എനിക്ക് വീഡിയോമും കിട്ടി. ഞാൻ 2-3 മിനിറ്റ് പുറത്തു ഇറങ്ങി. അവന്റെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയെന്ന് ജനിച്ചപ്പോഴേ സാമാന്യത്തെ എഴുതിക്കൊണ്ട് വന്നൊരു വ്യക്തിയാണ് നീ. തലേ പോലും അല്ല എഴുതിയേക്കുന്നത്. 5 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് കുറെ പണിയുണ്ട്. എനിക്ക് കുറെ പണിയുണ്ടെന്ന്. എടി ഞാൻ വണ്ടിക്കകത്തിരിക്കും കേട്ടോ. അവന്റെ അടുത്ത് നൈസായിട്ടും ചോദിക്കാം. ഇത് വണ്ടിക്കകത്ത് എന്തായാലും കാണുമല്ലോ ഇല്ലേ? പേര് എഴുതിയിട്ടുണ്ട്. അതറിയത്തില്ല. നടന്നൊക്കെ ഇനി ഏതെന്നാ ഊറ്റാണ്ടി വരാൻ ഇവനൊക്കെ. വരുന്നത് 2 മിനിറ്റ് അത് ഇനി അനുവാദം ചോദിച്ചിട്ട് ആംബുലൻസ് കയറത്തുള്ളൂ. പറഞ്ഞായിരുന്നു ഞാൻ അകത്തോട്ട് വരെ. അവൻ ആ വണ്ടി കയറി വന്നപ്പോരായിരുന്നോ? ഇവനെന്ത് നടന്നു വരുന്നേ? ആ കണ്ണാപ്പി SRK മോനെ. എടാ മോനെ ആ മുറുക്കിയ ഡ്രസ് ഷോപ്പ് വെച്ചിട്ട് നിങ്ങൾ എന്തിനാടാ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചേ? ഞാൻ വണ്ടി ഇടിച്ചിട്ടുണ്ടോ? നിന്റെ കൂടെ ഉണ്ടത് കണ്ണാപ്പിയാണോ? കണ്ണാപ്പി അവൻ പറഞ്ഞായിരുന്നല്ലോ. വേണ്ട അവനിപ്പോ ചത്തുപോയി. അവൻ പറഞ്ഞു നീ പറഞ്ഞിട്ടാണ് അവൻ വണ്ടി ഇടിച്ച് കയറ്റിയത്. അയ്യോ അണ്ണു ഞാൻ 100 വട്ടം പറഞ്ഞു വെറുതെ എന്തിനാ വഴിയെ പോകുന്ന വണ്ടി ഇടിക്കുന്നേ. XMD ഒന്ന് പോലെ വിളി. അല്ല ജോക്കി അവരുടെ മുമ്പിലേ കണ്ണെടുത്ത് അവർ നിൽക്കത്തില്ല. പൊക്കത്തില്ലല്ലേ? എടാ കണ്ടം കഴിവേറി. നിന്റെ അച്ഛനെ വിറ്റ പൈസ എന്റെ ഉണ്ട്. മനസ്സിലായോ? മേലാൽ ഇമ്മാതിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സിറ്റിക്കാർന്ന് നടന്നു കഴിഞ്ഞാൽ മൂന്നിലത്തെ ഫ്രണ്ട് അക്ഷരം ഞാൻ പറഞ്ഞ അവൻ കേൾക്കും, എടുത്ത് കളയും. അല്ലെങ്കിൽ 1-2 മാസത്തേക്ക് അങ്ങ് സസ്പെൻഷൻ ഇട്ടിട്ട് മാമനെ കയറ്റി നിന്റെ സ്ഥാനത്ത് അങ്ങ് ഇരുത്തും. ഞാൻ പോലും കേറൂല. മനസ്സിലായോ നിനക്ക്? എന്താണ് പ്രശ്നം? അയ്യോ മോനെ എന്തോ പ്രശ്നമോ?
ഞാൻ കൊടുക്കാണു ഒരു തലപേട്ടയിലൊക്കെ ഒരു ഒറ്റടി. കണ്ണപ്പി ഇങ്ങോട്ട് വന്നേ, കണ്ണപ്പി ഇങ്ങോട്ട് വന്നവനെ, കണ്ണപ്പി ഇങ്ങോട്ട് വന്നവനെ. അണ്ണു പറഞ്ഞു എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ അടുത്ത്, എനിക്ക് ഈ ഉള്ളതുപോലെ പറഞ്ഞ പ്രശ്നം എന്താ? അണ്ണു ഞാൻ ഉള്ള പോലെയാണ് പറഞ്ഞത്. SRK ഇപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാ, നിന്റെ അടുത്ത് ഒരു 100 വട്ടം പറഞ്ഞതാ കേറി ഇടിക്കരുത് എന്നിട്ട് കേറി ഇടിച്ചാന്ന്. അത് പൊളിഞ്ഞ് ഒരിക്കലും അങ്ങനല്ലോ. അത് പൊളി, അത് വിട് എനിക്കിനകത്ത് സംസാരിക്കാൻ താല്പര്യമില്ല. ഒരിക്കലും അങ്ങനല്ലോ. അവൻ അങ്ങനെ പറയത്തില്ല. അത് കത്തിയാന്ന് അവന് നല്ല രീതിയിൽ അറിയാം. ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാ. എടാ രായ SRK അങ്ങനെ പറയത്തില്ലാന്ന്. ഓ അല്ല ഇടിച്ചല്ല അണ്ണു, സത്യം പറയല്ല അണ്ണു. മാറ്റി പറയില്ലേ നീ ഇപ്പൊ SRK ഞാനൊരു കാര്യം പറയാം, മര്യാദക്ക് നേരത്തെ പറഞ്ഞത് മാറ്റി പറയല്ലേ, മോന്ത അടിച്ചാൻ തിരിക്കും. ഇല്ല കണ്ടിട്ട് മനപ്പൂർവ്വം അടിച്ചേ. മനപ്പൂർവ്വം അടിച്ചു. എന്താണ് ഓമ്പിക്കണല്ലോടാ കൂട്ടുകാരനെ തന്നെ നീ. എടാ സത്യം പറഞ്ഞ എടാ ഞാൻ കണ്ണപ്പി മോനെ ഇങ്ങോട്ടോ, ഇത്രയും പറഞ്ഞില്ലേ മോനെ ഇങ്ങോട്ട് കണ്ണപ്പി മാത്രം വേണം. എന്നെ കുണ്ണായിട്ടാ കാണത്തോളാ. അത് അത് നീയും ആണ് അവനുമാണ്. കണ്ണപ്പി ഞാൻ കാര്യം പറയട്ടെ. നീ ലോക വള്ളിയാന്ന് നമുക്കും അറിയാം, നാട്ടുകാർക്ക് ഫുൾ അറിയാം. ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്ന സമയത്ത്, ഈ വണ്ടി ഇടിച്ച് തെറിപ്പിക്കുന്ന സമയത്ത്, ആ വണ്ടി കയ്യിൽ നിന്ന് പോയി ഇടിച്ചിട്ട് വേറൊരാളെ ഇടിക്കുന്ന സമയത്ത് ആ വണ്ടി ഇരിക്കുന്ന ആൾക്ക് വീഡിയോ കിട്ടത്തില്ലേ? അത് കിട്ടി. ഞാൻ 2-3 മിനിറ്റ് പുറത്തായിരുന്നു. 60 പേര് അല്ല 600 പേര് ഇരിക്കുന്ന മനസ്സിലായോ? ഈ നാട്ടുകാർക്ക് ഞാൻ നാട്ടുകാർക്ക് ഒരു പൊതുശല്യം ആവും ഇതാ നീ വളർന്നു കഴിഞ്ഞു. അത് നീന്റെ ഫ്രണ്ടിലത്തെ 3 അക്ഷരം കൊണ്ടിട്ട് നീ കാണിക്കുന്ന തോന്നിവാസമാണത്. ഇത് ഞാൻ സത്യമായിട്ട് ഇത് മനഃപൂർവ്വം ചെയ്തല്ലോ. SRK പറഞ്ഞല്ലോടാ മനഃപൂർവ്വം ചെയ്തതെന്ന്. വണ്ടി ഇടിക്കാറില്ല. എന്തോ ആണേലും ദൈവത്തെ ഓർത്ത് നീ നാട്ടുകാർക്ക് ഒരു തൊല്ലയാവരുത്. ഒരു തവണയും കൂടെ നീ ആയിക്കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിക്ക് എന്തെങ്കിലും പറയുകയും ചെയ്യും. എന്റെ മോന് വിഷമമായോടാ കൊന്നത്? എന്റെ മോന് വിഷമമായോടാ കൊന്നത്? വിഷമൊന്നും ആയില്ല. അപ്പൊ എന്നെ കുഴപ്പമില്ല, ചേട്ടൻ പോട്ടെ, നല്ല രീതിക്ക് നടക്കണം കേട്ടോ. SRK മോനെ ഇവനൊന്നും ചെയ്തില്ലല്ലോടാ നമ്മള്. എടാ നിങ്ങൾ രണ്ടുപേരും കാരണമാണോ ഞാൻ മാസ്ക് ഇടാത്തെ? അണ്ണോ സംഭവം എന്താ അറിയണോ, പോയില്ലോടാ അവൻ. പിണങ്ങി പോയണ്ണോ. ഇവര് തമ്മിൽ തെറ്റിയാട്ടാണ്. തെറ്റണമല്ലോ. എടാ നാണം ഉണ്ടോടാ കൂട്ടുകാരനെ ഇങ്ങനെ ഊമിക്കാൻ നാണം ഉണ്ടോ നിനക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്മൾ ചോദിച്ചാലും എടാ എത്ര ചോദിച്ചാലും പറയരുത്. എടാ നീ സത്യമായിട്ട് ട്രൂ ഫ്രണ്ട് അല്ല കേട്ടോ, സത്യം പറയാലോ. എനിക്കത് ഭയങ്കര വിഷമമായി. ഫേക്ക് ഫ്രണ്ട് ആയാലോടാ നീ, ഫേക്ക് ഫ്രണ്ട്. അതിന് തിരിച്ചോടിക്കോ, വന്ന വഴി ഓടിക്കോ നീ. കുഴപ്പമില്ലടാ, ഇനി കൂട്ടുകാരനും പോയി എല്ലാരും പോയി. അല്ല അവന് വിഷമാവോടാ, മോനെ പോലെ വണ്ടി കൊണ്ടോ അവനെ അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറക്കി തരാം. ഇറക്കി തരാം. അപ്പൊ ലെറ്റ്സ് ഗോ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ അയലെ മാറ്റി നിർത്തി, അയലല്ലേ വയറെ മാറ്റി നിർത്തി സംസാരിക്കും. അല്ല സ്റ്റോറി പറയാം. എന്തോ കരിയുന്ന മണമല്ലേടാ അത്? പോയാലോ? നമുക്ക് പോവാം. അപ്പൊ ഓടിച്ചു ഞാൻ അന്നൊരു വീഡിയോ കൂടെ കഴിഞ്ഞാൽ പിന്നെ പോകും. അല്ല ഇവൻ ഇതിനകത്ത് കയറിയിരുന്ന ഞാൻ എങ്ങനെ പോകും? ഓ ഇതെന്റെ വണ്ടി അതാ അല്ലേ? ഈ വണ്ടിയിൽ ഈ കണ്ണാപ്പിയുടെ ചോരയായല്ലോടാ. എന്നാരെടുക്കും? ഓ നിന്നെ ഞാൻ എടുക്കുന്നേ എങ്ങനെയാ? കണ്ണ് വെച്ചിട്ട് രായൻ ഉടനെ എടുത്തു കേട്ടോ അവളെ. കണ്ണ് വെച്ചിട്ട് ലിഫ്റ്റ് അപ്പ് ഞെക്കി. കുഴപ്പമില്ല SRK അല്ലേ എടുത്തേ. അപ്പൊ അവള് കേറി ഫ്രണ്ടി. ഇന്ന് നമുക്ക് മറ്റേ മീറ്റിങ്ങിന് പോണ്ടേ കൊച്ച, അത് വേണം. സാബ് ഗുരു മുട്ട പിടിച്ചത് തീ പിടിച്ചോ? അന്ന് ഇവിടെ ബിസിനസ്